എല്ലാവർക്കും യേശുവിൻ നാമത്തിലുള്ള വന്ദനം. ദൈവകൃപയാൽ ഞങ്ങൾ സുഖമായിരിക്കുന്നു. നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. പേര് പറഞ്ഞൊന്നും പ്രാർത്ഥിക്കാൻ കഴിയാറില്ല. എന്നാൽ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും സഭയുടെ പ്രാർത്ഥനയിലും ജീസസ് എവരിടെ ശ്രദ്ധിക്കുന്നവരും സ്ഥിരമായി കാണുന്നവരും കൈത്താങ്ങൽ തരുന്നവരും ഒക്കെയും ഞങ്ങൾക്ക് പ്രധാന പ്രാർത്ഥനാ വിഷയങ്ങളാണ് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവിൽ ധൈര്യപ്പെടാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഓൺലൈൻ മീറ്റിങ്ങുകൾ കോവിഡിന് ശേഷമാണ് ഇങ്ങനെ ആരംഭിച്ചത്, ഞങ്ങൾ ആരംഭിച്ചത്. അതിനു മുമ്പ് ഇങ്ങനൊരു പരിപാടിയില്ലായിരുന്നു. അപ്പോൾ കോവിഡ് നിമിത്തം പുതിയ സംവിധാനമുണ്ട് എല്ലാ രാജ്യത്തിരുന്ന് പ്രോഗ്രാമുകൾ കാണാൻ. അന്നു മുതൽ ഇന്ന് വരെയും ദൈവം വർഷങ്ങളായിട്ട് ഈ പ്രാർത്ഥനകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഈ കൂട്ടായ്മയുടെ ബലം നിങ്ങളാണ്. നിങ്ങളില്ലെങ്കിൽ ഈ മീറ്റിംഗ് നടക്കുക പോലുമില്ല. നിങ്ങളുടെ പ്രോത്സാഹനം, കൈത്താങ്ങൽ, പ്രാർത്ഥന ഇത് ഓരോ ദിവസം കഴിയുന്നതോറും ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഒരു ചിന്ത, അപവാദം ചുമന്നുകൊണ്ട് നടക്കുന്നത് വെറുപ്പുള്ളവരാണ്. അത് പരത്തുന്നത് ബോധമില്ലാത്തവരും അത് അംഗീകരിക്കുന്നത് വിഡ്ഢികളുമാണ്. ഞാൻ വായിച്ച ഒരു സാധനമാണ്. അപവാദം ചുമന്നുകൊണ്ട് നടക്കുന്നത് ആരാണ്? വെറുപ്പുള്ളവരാണ്. ഒരാൾ അപവാദം പറയുന്നുണ്ടെങ്കിൽ നമ്മളോട് ഒന്നുകിൽ അസൂയ അല്ലെങ്കിൽ വെറുപ്പ്. നമ്മുടെ ഒരു വീഴ്ച കാണാൻ കാത്തിരിക്കുന്നവരുണ്ടാകും. ഒരു ചെറിയ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. സഭകളിലാണെങ്കിൽ ആത്മീയ ഭാഷയാണ്. നമ്മുടെ ഇന്ന പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണേ, ഇന്ന സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണേ. നാട് മുഴുവനും പ്രചരിപ്പിക്കും. അപവാദം ചുമന്നുകൊണ്ട് നടക്കുന്നത് വെറുപ്പുള്ളവരാണ്. എല്ലാവരോടും വെറുപ്പാണ്, നമ്മളോട് വ്യക്തിപരമല്ല. വെറുപ്പ്, ഒരു വെറുപ്പ് ഹൃദയത്തിൽ ചുമക്കുന്നവരാണ്. അത് പരത്തുന്നവരുണ്ട്, അത് ബോധമില്ലാത്തവരാണ്. അവരും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്, പ്രാർത്ഥിക്കണേ, അല്ലെങ്കിൽ എന്തൊരു കഷ്ടമാ എന്ന് പറഞ്ഞു. പരത്തരുത്. ഇത് ചുമന്നുകൊണ്ട് നടക്കുന്ന വെറുപ്പുള്ളവരാ. നിങ്ങൾ ഇതിനകത്ത് പരത്താൻ ഒരാൾക്ക് പോലും ഒരു അഭിഷിക്തനെ കുറിച്ചോ ഒരു സഭയെക്കുറിച്ചോ ദൈവരാജ്യത്തിലെ ഒരു മോശമായ കാര്യങ്ങളെക്കുറിച്ചോ കാണുന്ന ഒരു പോസ്റ്ററോ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യരുത്. അത് പരത്തരുത്. സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന കൊതുകിന് തുല്യമായിട്ട് നിങ്ങൾ തീരരുത്. മലമ്പനി, അഞ്ചാം പനി, പലതും പരത്തുന്നത് ഈ കൊതുകാണ്. ഇതുപോലെ കറങ്ങി അടിച്ച് നടന്ന് മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് പരത്തരുത്. മാത്രമല്ല, അത് അംഗീകരിക്കുന്നവരുണ്ട്. ചിലരിത് നോക്കിയിട്ടോ ദൈവദാസന്മാർക്കെതിരെ അവരപ്പം തന്നെ അതങ്ങോട്ട് കളയും. ഇത് ചിലർ ഹൃദയത്തിൽ വെക്കും. ഇങ്ങനെ എത്ര കുടുംബം തകർന്നു പോയി എന്നറിയാം. വിമർശനങ്ങൾ മാത്രം കേൾക്കുന്നവർ, അംഗീകരിക്കുന്നവരെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് ഈ വിമർശന വീഡിയോകൾ കൂടുതൽ വൈറലാകുന്നത്. വൈറലല്ല, അത് വൈറസാണ്. അത് മാരക വൈറസാണ്, വൈറലല്ല. അതൊരപകടമാണ്. അതാരും പോസ്റ്റ് ചെയ്യരുത്, പരത്തരുത്, അംഗീകരിക്കരുത്. നമുക്ക് ദോഷം ചെയ്യും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും വിശ്വാസ ജീവിതവും നശിക്കും. എനിക്കറിയാവുന്ന പല ചെറുപ്പക്കാരെ, എനിക്ക് ഒരു യൗവനക്കാരനെ അറിയാം. കേരളത്തിലായിരുന്നപ്പോൾ വളരെ വിശ്വസ്തനായിരുന്നു, വളരെ സത്യസന്ധനും നല്ല വർഷിപ്പ് ലീഡറും. എന്നെ മിടുക്കനായിരുന്നു, അറിയാമോ? അവൻ്റെ കുഞ്ഞുനാള് എനിക്കറിയാം, അവൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം അറിയാം. മറ്റൊരു പട്ടണത്തിലാണ് അവൻ. അവിടെ നിന്ന് ജോലി കിട്ടി, നല്ല വിദ്യാഭ്യാസം, വിദേശത്ത് പോയി, ഒരു നല്ല രാജ്യത്ത് കുടുംബമായി പാർക്കുന്നു. എന്നാൽ അവൻ പോയ ചർച്ച് വിമർശനത്തിൻ്റെ കൂമ്പാരമാണ്. ഇന്ന് അവൻ വിമർശനക്കാരുടെ ലീഡറാണ്. തെറ്റായ വാർത്തകൾ പരത്തുന്നതും അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന വിമർശനത്തിൻ്റെ ലീഡറായി ആ നല്ല ചെറുപ്പക്കാരൻ മാറി. സൗന്ദര്യമുണ്ട്, നല്ല കുടുംബജീവിതമുണ്ട്, പണമുണ്ട്, മാന്യതയുണ്ട്, എല്ലാവിധ ജീവിത ചുറ്റുപാടും, ജോലിയും വരുമാനവും സ്വത്തുമുണ്ട്. എന്തിനു കൊള്ളാം? ഉപ്പ് കാരമില്ലാതെ പോയാൽ നിലത്തിനും വളത്തിനും കൊള്ളില്ല. വിമർശിക്കുന്നവർ, അത് അംഗീകരിക്കുന്നവർ, അത് പരത്തുന്നവർ, അവർക്ക്
ദൈവരാജ്യത്തിൽ യാതൊരു ഓഹരിയുമില്ല. അവർ കൃപകൾ പ്രാപിക്കില്ല. അവർ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ല. അതുകൊണ്ട് വിമർശിക്കരുത്, പരത്തരുത്, അംഗീകരിക്കരുത്. ഈ 3 സത്യങ്ങൾ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഇതിനകത്ത് പങ്കാളിയാകരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികൾ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. രാപ്പകൽ ധ്യാനിച്ച് കർത്താവിൻ്റെ വചനത്തിൽ സന്തോഷിക്കുക. അങ്ങനെയുള്ളവർ തൊടുന്നതെല്ലാം സാധിക്കും. ആറ്ററമ്പത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. ദുഷ്ടന്മാരങ്ങനെയല്ലെന്ന്, അവർ പാറിപ്പോകുമെന്ന് 1 സങ്കീർത്തനം ഇടക്കിടക്ക് ധ്യാനിച്ച് ഭയപ്പെടുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം.
യേശു മാത്രം മതി എനിക്കേതു നേരത്തു. മറ്റൊന്നിനേക്കാളും യേശു മാത്രം മതി എനിക്കേതു നേരത്തു. യേശു മാത്രം മതി എനിക്കേതു നേരത്തു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ വളരെ ഗൗരവമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് മഹാശക്തി, മഹാഭയം, മഹാസന്തോഷം. മഹാശക്തി ഉണ്ടെങ്കിൽ എല്ലാവർക്കും മഹാഭയമുണ്ടാകും. അങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്നവർ മഹാസന്തോഷത്തിലേക്ക് പ്രവേശിക്കും. ഈ ഭൂമിയിൽ അങ്ങനെയുള്ളവർ പോകുന്നിടത്തെല്ലാം മഹാസന്തോഷമുണ്ടാകും. അതിനായിട്ട് ദൈവം നമ്മെ വീണ്ടും പരിശുദ്ധാത്മാവിനാൽ നിറക്കട്ടെ, ശക്തീകരിക്കട്ടെ. അളവ് കൂടാതെയല്ലോ അവൻ ആത്മാവിനെ തരുന്നത്. ഓരോ ദിവസവും അഭിഷേകത്തിൽ നിറയുക, ഓരോ ദിവസവും പ്രാർത്ഥിച്ച് കൃപയിൽ നിറഞ്ഞിട്ട് എഴുന്നേൽക്കാം. എല്ലാറ്റിനും നിറക്കുന്ന നിറവായി അവൻ്റെ സഭയ്ക്ക് എല്ലാം ഉണ്ട്. നമുക്ക് നിറഞ്ഞു നിൽക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ 11 നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. സർവ്വസഭയ്ക്ക് ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. ഏത്? അനന്യാസും സഫീറയും മരിച്ചത്. എന്നാൽ അത് ആ ഭയമുണ്ടായിട്ട് എല്ലാവരും സഭ വിട്ടു പോയെന്നാണോ? അപ്പോസ്തലന്മാർ ക്ഷീണിച്ചു പോയെന്നാണോ? ആ മഹാഭയം മഹാ അത്ഭുതങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. 12-ാം വാക്യം, അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. ഒരു വലിയ വിശാല സ്ഥലത്ത് ജനങ്ങൾ കൂടുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ട് അപ്പോസ്തലന്മാരെ ദൈവം അങ്ങോട്ട് ഉപയോഗിക്കുകയാണ്. ഒരു കുടുംബം മരിച്ചെന്ന് കരുതി സഭ ചെതറിയൊന്നും പോയില്ല. അതോടുകൂടി സഭ അങ്ങോട്ട് സ്ട്രോങ് ആയി. സഭ വളരുകയാണ്, അത്ഭുതങ്ങൾ പെരുകുകയാണ്. സഭയിൽ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുമ്പോൾ ഓർത്തേക്കണം, അതുകൊണ്ടൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചില കാര്യം പരിശുദ്ധാത്മാവ് ചെയ്താൽ പരിശുദ്ധാത്മാവ് അടുത്ത കാര്യം ചെയ്യും. എല്ലാവരും ഏക മനസ്സോടെ. ചർച്ചിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില പറയും ഇനി ആ ചർച്ചിലോട്ട് വരുന്നില്ല. അങ്ങനെയുള്ള ചർച്ചല്ലേ ഇത്. ചർച്ചിൽ അധികം ആള് കൂടുകയാണ്. ഒരു വിഷയം ഉണ്ടായപ്പോൾ ചർച്ചിൽ ആള് കൂടുകയാണ്. അതാണ് സഭ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായി. ഒരു ദിവസമല്ല, ഒരു സൺഡേ അല്ല, എല്ലാ ദിവസവും ദിനം പ്രതി അവരപ്പം നുറുക്കാൻ കൂടി വന്നു. ഒരുമിച്ച് എല്ലാ ദിവസവും കൂടി വരുന്ന ഒരു കൂടിവരം. എനിക്കിത് മനസ്സിലായില്ല. എന്നാൽ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ഏപ്രിൽ, മെയ്, ജൂൺ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് 4 മാസത്തോളം 8 മണിക്കൂർ പ്രാർത്ഥന സഭയിൽ പ്രൈസ് ജനറേഷൻ മാളിക മുറിയിൽ വെച്ച് ഒരു ദിവസം 8 മണിക്കൂർ ഇരുന്നാണ്. 140 ദിവസം. ഒരു മടുപ്പുമില്ല. എല്ലാവരും വരികയാണ്. ആരും വീട്ടിലെ ചോറും കറിയൊന്നും വെക്കാൻ നേരമില്ല. ഒരു കറിയൊക്കെ വെച്ച് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പലരും ജോലിക്ക് പോകുന്നില്ല. എന്നിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുകയാണ്. 4 മാസത്തിലധികം 140 ദിവസം. ഒടുവിൽ ഞാനൊരു തെറ്റ് ചെയ്തു. ഒരു ദിവസം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു, തീർന്നു എന്ന് പറഞ്ഞു. കാരണം ആർക്കും എങ്ങും പോകാൻ പറ്റുന്നില്ല. ഇന്ന് ഓർക്കുകയാണ്, ദൈവമേ അത് തുടർന്നിരുന്നെങ്കിൽ എത്രയോ പേര് ശുശ്രൂഷയിൽ വരുവാൻ, എത്രയോ പേർ അനുഗ്രഹിക്കപ്പെടുവാൻ. സഭ കൂടി വരേണ്ടത് ഒരു ഞായറാഴ്ചയല്ല, ഒരു വെള്ളിയാഴ്ചയല്ല, എല്ലാ ദിവസവുമാണ്. അതാണ് 1-ാം നൂറ്റാണ്ടിൽ. കാരണം പരിശുദ്ധാത്മാവ് എല്ലാ ദിവസവും ഉണ്ട്. അത്ഭുതം അടയാളം ചെയ്യാൻ പരിശുദ്ധാത്മാവ് എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും കൂടി വന്നുകൂടെ? അതാണ് സഭ.
നിങ്ങൾ അതിന് എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ പറഞ്ഞാലും 1-ാം നൂറ്റാണ്ടിലെ സഭ അതായിരുന്നു. എല്ലാ ദിവസവും കൂടി വന്നു. മുട്ടുള്ളവർ അവരിൽ ആരുമില്ല. ഒരു ശക്തരായി വളർന്നു വളർന്നു വളർന്ന് പന്തലിച്ചു. കാലാന്തരത്തിൽ ഒരു ഞായറാഴ്ച വിശ്വാസികളായി നമ്മിൽ പലരും മാറി. ഞായറാഴ്ച പോലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ വരും. ആരാധന പാട്ടുകളെല്ലാം കഴിഞ്ഞിട്ട് വരാൻ നിൽക്കും. വന്നാലും ചർച്ചിൻ്റെ ചുറ്റും കറങ്ങി നിന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. പ്രസംഗത്തിൻ്റെ സമയത്തും 10 പ്രാവശ്യം ഇറങ്ങിപ്പോയി 10 പേരോട് മിണ്ടും. അങ്ങനെ അധപ്പതിച്ച ഒരു സമൂഹമായി ദൈവസഭകളിൽ പല കുടുംബങ്ങളും കിടക്കുമ്പോൾ ദിനംപ്രതി കൂടി വന്ന സഭയുടെ വില നമുക്ക് വർണ്ണനാതീതമാണ്. അവിടെയാണ് മഹാശക്തി, ശാശ്വതമായ അനുഗ്രഹങ്ങളെല്ലാം അവിടെയാണ് ഒഴുകിയത്. അവിടെയായിരുന്നു വിടുതൽ നടന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കേ അങ്ങനെ കൂടി വരാൻ കഴിയും. അങ്ങനെയുള്ള സഭകൾ ഈ സീസണിൽ എഴുന്നേൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മനുഷ്യന് ഞായറാഴ്ച മാത്രമല്ല വേദന, തിങ്കളാഴ്ചയും വേദനയുണ്ട്, ചൊവ്വാഴ്ചയും വേദനയുണ്ട്. എല്ലാ ദിവസവും ഒരു മനുഷ്യന് ദുഃഖമുണ്ട്. ഞായറാഴ്ചയല്ല ഒരാൾ ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുന്നു, എല്ലാ ദിവസവുമാണ്. ഏത് സമയത്തും സഭ ചലിക്കണം. ഏത് സമയത്തും. കഴിഞ്ഞ ദിവസം വന്ന ഒരു ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം ഒരു പാർക്കിൽ പോയിരിക്കുകയാണ് സുവിശേഷം പറയാൻ ഒരാളോട്. ഞാനിവിടെ ഇരുന്നോട്ടെ. അയാൾ പറഞ്ഞു വേണമെങ്കിരുന്നു. ചായ കുടിച്ചോ എന്ന് വെച്ചോ. ചായ വേണമെങ്കിൽ താൻ പോയി കുടിക്കുക. അങ്ങനെ പറഞ്ഞു. ചൂടായിരിക്കുന്ന ഒരാൾ കർത്താവെ എങ്ങനെ ഇയാളോട് സുവിശേഷം പറയും? സഭ ചലിക്കുന്നതാണ്. സഭ ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും സഭ പ്രവർത്തിക്കണം. അപ്പോഴാണ് കർത്താവ് ഇയാളോട് ഇനി എങ്ങനെ സുവിശേഷം? കർത്താവാ പറഞ്ഞു നീ അവൻ്റെ അടുത്ത് പോയിരിക്കാൻ. കർത്താവ് ഇനി എന്ത് പറയും? കർത്താവ് പറഞ്ഞു നീ അവനോട് ചോദിക്കും, നിന്റെ പേര് രാഹുൽ എന്നല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചു, താങ്കളുടെ പേര് രാഹുൽ അല്ലേ? അതായത് ഛത്തീസ്ഗഡ് എന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവം. അവിടെ സഭയില്ല, ഒന്നുമില്ല. എന്നാൽ ദൈവം ഒരു ദൈവദാസൻ, ഒരു ചെറുപ്പക്കാരനോട് ദൈവം പറഞ്ഞു രാഹുൽ അല്ലേ. അത് കേൾക്കൽ അവൻ പേടിച്ചുപോയി. എൻ്റെ പേര് നിനക്കെങ്ങനെ അറിയാം? അപ്പോൾ പറഞ്ഞു നിന്റെ പേരും അറിയാം, നിന്റെ വണ്ടിക്കകത്ത് സ്കൂട്ടിക്കകത്ത് ബിയറിനകത്ത് ബിയറും ഒരു കുപ്പി വിഷവും ഇരിപ്പുണ്ട്. ബിയറിനകത്ത് വിഷമൊഴിച്ച് കുടിച്ചിട്ട് നീ മരിക്കാനിരിക്കില്ല. അവൻ പേടിച്ച് വിറച്ച് കരയാൻ തുടങ്ങി. അവൻ രക്ഷിക്കപ്പെട്ടു, യേശുവിലോട്ട് തിരിഞ്ഞു. ആ ബിയർ കുപ്പിയും ആ വിഷക്കുപ്പിയും പൊട്ടിച്ച് ആ കാട്ടിൽ എറിഞ്ഞിട്ടാണ് ഈ ദൈവദാസൻ തിരിച്ചു പോയത്. സഭയെന്നും സജീവമാണ്. സഭയ്ക്കെന്നും ചലിക്കാൻ കഴിയും. സഭ ഞായറാഴ്ച മാത്രമല്ല. സഭയെന്ന് പറയുന്ന ഒരു കെട്ടിടത്തിൽ വന്നിരിക്കുന്നതല്ല. സഭയ്ക്കെന്നും ജീവനുണ്ട്. ഞായറാഴ്ച മാത്രം 2 അന്യഭാഷ പറയുന്നതല്ല സഭ. സഭ 24x7 365 എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഭൂമി സ്വന്തമായി കറങ്ങുന്നു, സൂര്യന് ചുറ്റും കറങ്ങുന്നു. ഇത് നടക്കുന്നത് പോലെ തന്നെ ദൈവസഭയും ചലിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് സഭ. അപ്പോസ്തലന്മാരാൽ അവരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. എല്ലാവരും ഏക മനസ്സോടെ. ജനങ്ങളെല്ലാം നിന്റെ അടുക്കലേക്ക് തിരിയും, നിന്റെ വീട്ടിലോട്ട് വരും. നീ പ്രാപിച്ച ദൈവശക്തി അവിടെ വെളിപ്പെടുത്തണം. ഈ ദിവസങ്ങളിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ചാർജ് ആകണം, തീരുമാനമെടുക്കണം. ഞാൻ ഞായറാഴ്ച മാത്രമല്ല 24 മണിക്കൂറും ഞാൻ ചാർജ് ആയിരിക്കും. ഈ സമയത്തിലും അസമയത്തിലും ഞാൻ ഒരുങ്ങിയിരിക്കും. എല്ലാവരെയും നേടേണ്ടതിന് എല്ലാവർക്കും എല്ലാമായിരിക്കും. പ്രാർത്ഥിക്കണം. 13-ാം വാക്യം, മറ്റുള്ളവരിൽ ആരും അവരോട് ചേരാൻ തുനിഞ്ഞില്ല, ജനം അവരെ പുകഴ്ത്തിപ്പോന്നു. ഒത്തിരി വലിയ വലിയ പുള്ളികളുണ്ട്, അവരൊന്നും ചേർന്നില്ല. വേണ്ട, എല്ലാവരും ചേരാനുള്ളതല്ല സഭ. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരാൻ തുനിഞ്ഞില്ല, ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. അടുത്തത്, മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ചു. അതവിടെ നടന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും ചേരേണ്ടവർ ചേർന്നു.
ചിലര് ചേർന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച പലരും വന്നില്ലെങ്കിൽ സ്തോത്രം, അവർ വരാത്തത് കൊണ്ട് സ്തോത്രം. ചിലര് ചേർന്നില്ലെന്ന് പറയുമ്പോൾ സ്തോത്രം, കർത്താവേ ഞാൻ ആഗ്രഹിച്ചവർ വരണമെന്ന് വന്നില്ല, നന്നായി, സ്തോത്രം, അതിന് സ്തോത്രം പറയണം. എന്നാൽ ആ സീറ്റുകളിലേക്ക് പ്രതീക്ഷിക്കാത്ത പലരും വന്നു കയറിയിരുന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും നിങ്ങൾ ഇട്ടിരിക്കുന്ന പദ്ധതിയിലേക്ക് അനേകർ വരും. നിങ്ങൾ പാർക്കുന്ന ഇടം ഇടുക്കമുള്ളതായി മാറും. അതുപോലെ ജനങ്ങൾ തടിച്ചു കൂടും. ദൈവവേല ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. എൻ്റെ പല സന്ദേശങ്ങളും കർത്താവിൻ്റെ വേലക്കാർ ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയാത്ത നിലയിൽ ജനങ്ങളെ കൊണ്ടുവരും. നിങ്ങൾ ഉദ്ദേശിച്ചവർ, നിങ്ങൾ കൂടുതൽ സമയം ചെലവാക്കിയവർ, നിങ്ങൾ ഒത്തിരി സഹായിച്ചവർ, വരുമെന്ന് വിചാരിച്ചവർ, വണ്ടി വിട്ട് വിളിച്ചവർ ഒരുപക്ഷെ വന്നില്ലെന്നിരിക്കും. എന്നാൽ ഒന്നും ചെയ്യണ്ട, വരേണ്ടവരെ എല്ലാം കർത്താവ് അകത്ത് കയറ്റും. കർത്താവിൽ ആശ്രയിക്കുക, അതാണ് അപ്പോസ്തല പ്രവൃത്തി. ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിനു വേണ്ടി നിന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ട് നിറയും. ധാരാളം കൃപ, മുട്ടുള്ളവർ അവരിൽ ആരുമില്ല. ഇതെല്ലാം സംഭവിക്കട്ടെ. അടുത്ത ദിവസം വീണ്ടും നമുക്ക് കൂടണം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കേട്ട ദൈവവചനങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി മാറട്ടെ, വലിയ അനുഗ്രഹമായി മാറട്ടെ. പരിശുദ്ധാത്മാവ് ഇവിടെ ചലിക്കട്ടെ, വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഇത് കേൾക്കുന്നവരെല്ലാം 24 മണിക്കൂറും 365 ദിവസവും കർത്താവിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഒരു ഭൂമി എപ്പോഴും പ്രവർത്തിക്കുന്നത് പോലെ, സൂര്യന് ചുറ്റും കറങ്ങുന്നത് പോലെ ഈ മക്കൾ ഒരു നിമിഷം പോലും കളയാതെ ഏൽപ്പിച്ച വേലയിൽ വിശ്വസ്തരാകട്ടെ. വിളിയും തെരഞ്ഞെടുപ്പിലും വിശ്വസ്തരാകട്ടെ. അവരുടെ വീടുകളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. അങ്ങയുടെ രാജ്യവും നീതി അന്വേഷിക്കുന്ന ഈ കുടുംബങ്ങളിൽ വിടുതലുകൾ നടക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ, ആമേൻ. അപ്പോസ്തല പ്രവൃത്തി നാളുകൾ തുടരും. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയും. യേശു അനുവദിച്ചാൽ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 8 മണിക്കുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ പ്രൈസ് ജനറേഷൻ ടീം US മിസോറിയിലാണ് ഇന്ന്. ആ പോസ്റ്ററുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡേറ്റുകൾ ശ്രദ്ധിക്കുക, അതിനകത്തുള്ള ഫോൺ നമ്പറുകൾ ശ്രദ്ധിക്കുക. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കാൻ മതിയായവനാണ്. പ്രാർത്ഥനയിൽ തമ്മിലോർക്കാം. ഗോഡ് ബ്ലസ് യു. യേശു കർത്താവെ, 4 പ്രോഗ്രാം എടുക്കാൻ ഞങ്ങൾക്ക് കൃപ തന്നു. ഇനി സാങ്കേതിക ടെക്നോളജി